അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. വെള്ളപ്പം ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന നല്ല ഭംഗിയല്ലേ കാണാൻ. ഇങ്ങനത്തെ നോൺ സ്റ്റിക്കിനേക്കാളും ടേസ്റ്റും ഇത് തന്നെയല്ലേ. കുഴിയായിട്ട് അയ്യോ അതിൻ്റെ ഇടയ്ക്ക് പാല് തിളച്ച് തൂത്ത്. ഞാൻ വെള്ളപ്പത്തിലേക്ക് പോയത്, അപ്പോഴേക്ക് പാല് തിളച്ച് തൂത്ത്. ചക്ക കണ്ടോ, ചക്ക കിട്ടിയിട്ടുണ്ട്. അടുത്തുള്ള ചേച്ചി തന്നതാണ്. അപ്പോൾ ഇന്നലെ ചക്ക ചുളയാക്കിയിട്ട് ഇങ്ങനെ അതിൻ്റെ ചവണിയെല്ലാം പോക്കിയിട്ട് ഇങ്ങനെ കവറിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് ഇന്ന് അത് വെക്കണം. വെള്ളപ്പം അതങ്ങനെ നല്ല കുഴിയായിട്ട് വന്നിട്ടുള്ള വെള്ളപ്പം. കറി വയ്ക്കാൻ കുമ്പളം അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ വെള്ളപ്പം ഉണ്ടാക്കി, നല്ല ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കി. അപ്പം നല്ല ടേസ്റ്റാണല്ലോ. നാട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനെ ഈ ചീനച്ചട്ടിയിൽ ഇങ്ങനെ ഉണ്ടാക്കാറ്. അത് എന്നും വിചാരിക്കും ഇങ്ങോട്ട് ഡൽഹിയിലേക്ക് കൊണ്ടുവരണമെന്ന്. പക്ഷേ എപ്പോഴും സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് എപ്പോഴും കൂടുതലായിരിക്കും. ഇപ്പോൾ ഫ്ലൈറ്റിന് വരികയാണെങ്കിലും ട്രെയിനിന് വരികയാണെങ്കിലും എല്ലാം സാധനങ്ങളും പെറുക്കിയിടുമ്പോൾ പിന്നെ സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെ എല്ലാ പ്രാവശ്യവും അത് അവിടെ വെച്ച് പോരല്ല കേട്ടോ ചെയ്യാറ്. അപ്പം ഇവിടെ എനിക്ക് നോൺ സ്റ്റിക്കിനേക്കാളും ടേസ്റ്റ് ഈ ഇതിലുണ്ടാക്കുമ്പോഴാട്ടോ. അങ്ങനെ ഞങ്ങൾ വായിലെന്തോ അങ്ങനെ കുടുങ്ങിയ പോലെ. അപ്പോൾ ഞങ്ങളിതാ അപ്പമൊക്കെ ഉണ്ടാക്കി രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്. ഇപ്പോൾ ചക്ക കണ്ടില്ലേ, ചക്കേൻ്റെ ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഇവിടെ അച്ഛനൊക്കെ ഇഷ്ടം ചക്കേൻ്റെ ഉപ്പേരി കേട്ടോ. അപ്പോൾ എന്നും നാട്ടിലായതുകൊണ്ട് എന്നും ചക്ക ഉണ്ട്. ഒരു ആൻറ്റി ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന, മേമേൻ്റെ വീട്ടിൽ പോയപ്പോൾ ഒരു ചക്ക കൊണ്ടുവന്ന വീഡിയോ കണ്ടില്ലേ. അപ്പോൾ അവരാണ് എനിക്ക് ആദ്യം തന്നെ ചക്ക തന്നത് കേട്ടോ. അതിന് ശേഷം എന്നും എന്ന് പറഞ്ഞ മാതിരി ചക്ക കൊണ്ടുവരും. പിന്നെ അവിടെ വീട്ടിൽ അടുത്തൊരാൾ മരം വെട്ടുന്ന ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടന് നമുക്ക് ചക്ക കിട്ടാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ ചേട്ടനും അവരുടെ വീട്ടിൽ നിന്ന് പണിക്ക് വരുന്ന സമയത്ത് കൊണ്ടുതരും കേട്ടോ. അങ്ങനെ എന്നും ഞങ്ങൾക്ക് വീട്ടിൽ ചക്കേൻ്റെ ഒരു മായയായിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ പാല് തൂത്തുപോയി. അപ്പോൾ ചേട്ടൻ വന്ന് ചായ കിട്ടണമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കേണ്ടി വരും എന്ന് പറഞ്ഞ്. അപ്പോൾ അപ്പം ഉണ്ടാക്കലും വീഡിയോ എടുക്കലും എല്ലാം കൂടെ എനിക്ക് ഭയങ്കര ഇങ്ങനെ ബുദ്ധിമുട്ട് കേട്ടോ. അപ്പം ഇവർ വന്നിട്ട് ചായ ഉണ്ടാക്കി. അപ്പോൾ ആ പാല് തിളച്ചതൊക്കെ ഇവർ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം പാല് തൂത്ത് ശ്രദ്ധിക്കാതെ എന്നൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോനും വന്ന് പറയുന്നുണ്ട്, അമ്മ അത് വീഡിയോ എടുത്ത് ശ്രദ്ധിക്കാതെ അമ്മ അങ്ങനെ തൂത്ത് പോയതാണ് പാല് എന്നൊക്കെയാണ് അവൻ പറയണത്. അങ്ങനെ ഞാനിത് അപ്പമൊക്കെ ചുട്ട് വെച്ച് പാലൊക്കെ ചായയൊക്കെ ഇട്ട് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അമ്മയും മോളും കൂടെ അമ്മേൻ്റെ ഒരു റിലേറ്റീവ്സിൻ്റെ ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് അവർ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ബഹളം നടന്നുകൊണ്ടിരിക്കുക. മുടികെട്ട് വേഗം റെഡിയാവ്, ബസ്സിന് പോകണം. അപ്പോൾ കുറച്ച് ദൂരമുള്ള സ്ഥലത്ത്. അപ്പം ഇവളും മെല്ലെ മെല്ലെ കാര്യങ്ങൾ ചെയ്യണുള്ളൂ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് വേഗം ചെയ്യണം, വേഗം റെഡിയാവണം, ബസ് പോയാലും ഞങ്ങൾ ആ ഭാഗത്തേക്ക് ഓരോ ടൈമിനേ ബസ് ഉണ്ടാവുള്ളൂ. ആ ടൈമിന് ബസ് നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ ബസ് പോയാൽ പിന്നെ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അത് കാരണം ആ ബസ്സിൻ്റെ സമയം നോക്കിയിട്ട് വേണം നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. അങ്ങനെ അവളോട് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് വേഗം റെഡിയാവുക, കാര്യങ്ങൾ ചെയ്യ് എന്നൊക്കെ, സ്പീഡപ്പ് ആക്കാനൊക്കെ. പക്ഷേ അതിൻ്റെ ഇടയിൽ നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല മഴയായിരുന്നേ ആ സമയത്ത്. നമുക്ക് ചക്ക കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. ചക്ക ഇതാ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി കടുകിടാം. അതിലേക്ക് ഇതാ ചുവന്ന മുളകില്ലേ അത് ഇടണ്ടേ. നല്ല ടേസ്റ്റാണ് ഇത്. ചക്ക എന്നും തേങ്ങ അരച്ച് വെക്കുന്നേക്കാളും ചക്കപ്പേരി നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ചക്ക ഇതിലേക്ക് ഇടാം.
ചക്ക ഇത് നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ചക്കേൻ്റെ ഉപ്പേരി ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലൊരു തുള്ളി വെള്ളം ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. ഇത് നല്ല പഴഞ്ചക്കയാണ്, അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല പെട്ടെന്ന് ആവും ചെയ്യും, പെട്ടെന്ന് വേവും ചെയ്യും. ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഓരോരുത്തരുടെ ചക്കയ്ക്ക് ഓരോ പോലെ ആയിരിക്കും. ഈ ചക്ക ഞാൻ ഉണ്ടാക്കുന്നതാണല്ലോ ഇടയ്ക്ക്, അപ്പോൾ എനിക്കറിയാം ചക്കേൻ്റേത്. അപ്പോൾ ഇത് പെട്ടെന്ന് വേവുന്ന ഒരു ചക്കയാണേ. അപ്പോൾ അങ്ങനെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇറക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് നമ്മൾ വെള്ളം ഒരു 2 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോഴിതാ നമുക്ക് ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്നാവട്ടെ. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു മിനിറ്റ്. അപ്പം നമ്മുടെ ഉപ്പേരി ഇതാ ഞാൻ തുറന്ന് നോക്കി, ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് ഉപ്പേരി. വെറുതെ ചായ, കട്ടൻ ചായയും ഈ ഉപ്പേരി, ചക്കപ്പേരിയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല മഴയത്തൊക്കെ നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാൻ മറക്കരുതേ.